ലെറ്റ്സ് സ്റ്റഡി ടുഗദർ കേരള BSc എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ഭാഗങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോയി കാണുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കാണാൻ സാധിക്കും. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപവൽക്കരിച്ചത് 1947 ജൂൺ 3 എന്നാണ്. 1947 ജൂൺ 3 ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി ഏത് പദ്ധതി രൂപവൽക്കരിച്ചത്? മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപവൽക്കരിച്ചത്. മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ജൂൺ 3 പ്ലാൻ, ബാൽക്കൻ പ്ലാൻ. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ബാൽക്കൻ പ്ലാൻ അത് നിലവിൽ വരുന്നത് 1947 ജൂൺ 3. അടുത്തത് എന്താണെന്ന് നോക്കാം. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നത്. എന്താണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1947 ജൂലൈ 18. അപ്പോൾ മറ്റേതേതാണ്? ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപവൽക്കരിച്ചത് 1947 ജൂൺ 3. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1947 ജൂലൈ 18. അവസാന നിയമം. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാന നിയമമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നത്. അത് ആക്ട് വന്നത് 1947 ജൂലൈ 18. അടുത്തത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റായ്സാദ് ആണ്. ആരാണ്? പ്രേം ബിഹാരി നരൈൻ റായ്സാദ് ആണ് കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത്. അപ്പോൾ രണ്ടും തിരിഞ്ഞു പോകരുത്. ലേ ഔട്ട് തയ്യാറാക്കിയതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നന്ദലാൽ ബോസും, കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം ബിഹാരി നരൈൻ റായ്സാദും. അടുത്തത് നോക്കാം. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണൻ. കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റായ്സാദ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹിന്ദി കയ്യെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് ആരെന്നാണ്. അപ്പോൾ ആൻസർ എന്താണ്? വസന്ത് കൃഷ്ണൻ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് വിസ്കൗണ്ട്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പോൾ അത് രണ്ടും മാറിപ്പോവരുത്. എന്തൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ്.